അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ല. ഷബാബ് അതൊരു ദൗത്യനിർവഹണത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ പുതിയൊരു കുതിപ്പിന് മുന്നോട്ട് അതിൻ്റെ നൗക തുഴയുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് സംഭരിക്കുകയാണ്. സഹാബുൽ കഹ്ഫിൻ്റെ ഉറക്കം ISMനെ ഒരു തരത്തിലും അലോസരപ്പെടുത്തിയിട്ടില്ല. പെടുത്താൻ പാടുമില്ല, പെടുത്തേണ്ടതുമില്ല. പക്ഷേ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഉണർച്ചയാണ് ആ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇന്നഹും ഫിത്തിയത്തുൻ എന്ന് പറയുമ്പോൾ അവർ ഉണങ്ങിയ യുവാക്കളായിരുന്നു എന്നല്ല, അവർ ഉണർച്ചയുള്ള യുവാക്കളായിരുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യുവാക്കളാണ് എന്ന് പറയുന്നത് പോലെ ഷബാബ് അതിൻ്റെ യൗവനം അടയാളപ്പെടുത്തി കടന്നു പോയിട്ടുണ്ട്. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര നിമിഷത്തിൽ നമുക്ക് ഷബാബിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അർപ്പണം, ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു സവർണ ജൂബിലി പതിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ്. അതൊരു പിന്തുണയാണ്, അതൊരു ശക്തി പകരലാണ്, അത് നവോത്ഥാനത്തിന് കരുത്തേകലാണ്, ISMനെ ചേർത്തു പിടിക്കലാണ്, ഷബാബിനോളം വളരാനുള്ള മനസ്സിൻ്റെ വെമ്പലാണ്. എൻ്റെ യൂണിറ്റിലോ എൻ്റെ ശാഖയിലോ എൻ്റെ പരിചയത്തിലോ അങ്ങനെയൊന്നുണ്ട്, അവിടുന്ന് വാങ്ങാം എന്ന തീരുമാനം ശ്രമമാകരുത്. അത് തീരുമാനം പ്രായോഗികമാണ് എങ്കിൽ അങ്ങനെയുമാകാം. പക്ഷേ സുവർണ ജൂബിലി പതിപ്പിൻ്റെ 104 മുതൽ 126 വരെയുള്ള 25ഓളം പേജുകൾ ഒരു കാരണവശാലും വായിക്കാതെ വിടരുത് എന്നത് അത് വായിച്ചു തീർത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പേപ്പർ കെട്ടുകൾ ഏറ്റാൻ കഴിയാവുന്ന അത്ര വലുതാകുമ്പോൾ വീട്ടിലുള്ള ഉപ്പയെടുത്ത് വിൽക്കാറുണ്ട്. ആ വിൽക്കുന്ന കൂട്ടത്തിൽ വിൽക്കാതിരുന്ന ഒരു പത്രം അല്ലെങ്കിൽ ഒരു പേപ്പർ കെട്ട് ഷബാബിൻ്റേതായിരുന്നു. 1975 ജനുവരി 2 വ്യാഴാഴ്ച ഒരു പാക്ഷികമായി ഇറങ്ങിയിട്ടുള്ള ഷബാബിൻ്റെ കെട്ടുകൾ അത് വീട് മാറി താമസിച്ചപ്പോഴും അതേപോലെ ഉപ്പയെടുത്ത് കൊണ്ടുവന്നു. 1976 ജനിച്ചുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം 83 വീട് മാറുമ്പോൾ ആ ഷബാബിൻ്റെ കെട്ടുകൾ എന്തിനാണ് മലയാള മനോരമയും മാതൃഭൂമിയും ചന്ദ്രികയും വിൽക്കുന്നത് പോലെ വിൽക്കാത്തത് എന്ന ചോദ്യം എന്നിൽ ബാക്കിയായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു പുസ്തക രൂപേണയുള്ള ഷബാബിൻ്റെ പതിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം എടുത്തു വെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഷബാബിൻ്റെ ചട്ടകളിൽ തന്നെയാണ്. ഷബാബിൻ്റെ കവറിൻ്റെ മുകളിൽ കാണുന്ന അതിൻ്റെ ത്രിവർണം ചേർത്തിട്ടുള്ള, വർണ്ണവിസ്മയം ചേർത്തിട്ടുള്ള അതിൻ്റെ മുഖഭാഗം തന്നെയാണ്, ഫ്രണ്ട് പേജ് തന്നെയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ വലിയ കൈത്തിരി എന്ന് പറയുന്നത്. അതിറങ്ങിയത് മുതൽ ഈ വെള്ളിയാഴ്ച വരെയുള്ള ഷബാബുകൾ ഓരോന്നോരോന്ന് അടുക്കി വെച്ചാൽ ഷബാബ് നടന്നിട്ടുള്ള വഴികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് ഗവേഷണാത്മകമായി സമീപിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ കുട്ടിയാകുന്ന സമയത്ത് വാണിയമ്പലം പള്ളിയുടെ തിണ്ടിൻ്റെ മുകളിൽ ഓരോ തരത്തിലുള്ള പേരുകൾ എഴുതി വെച്ചിട്ട് അവിടുന്ന് ഓരോ ആളുകൾ എടുത്തുകൊണ്ടു പോകുന്ന കേവലം കടലാസ് കഷ്ണങ്ങളായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഷബാബിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്. അത് പിന്നീട് വളരുകയും വികസിക്കുകയും ചെയ്ത് 1994 നിമിഷം നിർമ്മാണാത്മകം എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ലേഖനം ഷബാബിൽ പ്രസിദ്ധീകരിച്ചത് മുതൽ വായനക്കാരനായി, എഴുത്തുകാരനായി, സംഘാടകനായി ഒരു വേള ഇന്നും തുടരുന്ന ഏജൻ്റായി നമുക്കൊക്കെയും പറയാൻ കഴിയും. എൻ്റെ മുമ്പിൽ ബഹുമാന്യനായ വാഴക്കാട് കുഞ്ഞൻ സാഹിബുണ്ട്. അദ്ദേഹം ഒരു ഏജൻ്റ് എന്ന നിലയ്ക്ക് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഏജൻ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പഴക്കം ഏജൻസി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. വേറെ കുറേ ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരിക്കാം. ഏറ്റവും പ്രധാനമായ ഒന്ന്
അന്ന് ഇത്രമേൽ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യങ്ങളില്ലാത്ത സമയത്ത് കൃത്യമായ രീതിയിൽ നിലപാട് പറയുന്നു എന്നതാണ് ഷബാബിനെ സംബന്ധിച്ചിടത്തോളം വ്യതിരിക്തമാക്കിയിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും ചില വിഷയങ്ങളിൽ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഉത്തരം നൽകുന്ന വാക്കുകൾ ഷബാബിലൂടെ കടന്നു വരുന്നത്. അത്തരമൊരു ഉത്തരം നൽകാൻ ഷബാബിന് സാധ്യമായി എന്നതാണ് അന്നും ഇന്നും ഷബാബിനെ വ്യതിരിക്തമാക്കുന്നത്. അസന്തുലിതമായ അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന അഭിപ്രായം പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആട്ടപ്പുരകളിലേക്ക് മനുഷ്യനെ കൊണ്ടുനയിക്കുന്ന മുസ്ലിം പ്രസിദ്ധീകരണാലയങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. ഒരു വേള ഷബാബിനോടൊപ്പം വളർന്നിട്ടുള്ള ഷബാബിൻ്റെ 50 ആണ്ട് ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുന്ന മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവയിൽ നിന്നെല്ലാം ഷബാബിനെ വ്യതിരിക്തമാക്കുന്നത് അനുഭവതലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷബാബ് നിലപാടുകൾ ചുരുക്കിക്കെട്ടാതെ പറയുന്നു എന്നതാണ് ഷബാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഷബാബ് ഒരിക്കലും തന്നെ വ്യക്തികേന്ദ്രീകൃതമായിരുന്നില്ല, മറിച്ച് ഷബാബ് ആശയബന്ധിതമായിരുന്നു എന്ന് കാണാൻ കഴിയും. മരണം കൊണ്ടോ നിലപാട് കൊണ്ടോ മാറിപ്പോയാലും മാറി നടന്നാലും ഷബാബ് ഉജ്ജ്വലമായി 50 വർഷം പൂർത്തിയായത് ഇത് വ്യക്തികേന്ദ്രീകൃതമായി അവതരിപ്പിക്കപ്പെട്ട കടലാസു കഷ്ണങ്ങളല്ല, മറിച്ച് ആശയബന്ധിതമായി മുന്നോട്ട് പോയിട്ടുള്ള വാരികയാണ് ഇപ്പോൾ എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. അതുതന്നെയാണ് ഷബാബിനെ ഏറ്റവും കൂടുതൽ വ്യതിരിക്തമാക്കുന്നത്. തീർപ്പ് പറയാൻ കഴിയുന്നു എന്നത് ഷബാബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. ഇന്നും മനസ്സിൽ കോറിയിട്ട ഒരു എഡിറ്റോറിയലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്ര കമ്മീഷൻ മണ്ണാങ്കട്ട എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അതുണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഒരുപക്ഷെ ദേശീയ തലത്തിലും കേരളീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും എത്ര വലുതാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. 1992 പശ്ചാത്തലത്തിൽ മുസ്ലിം തീവ്രവാദം ശക്തിയാകുമ്പോൾ ഫാസിസം അതിൻ്റെ ദ്രംഷ്ടങ്ങൾ ഇന്ത്യയുടെ ദേശീയതയിലേക്ക് മെല്ലെ മെല്ലെ ആഴ്ത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഫാസിസത്തിനെതിരെ ഒരു കൂട്ടായ്മ എന്ന മുഖലേഖനത്തിലൂടെ ഒരു ക്യാമ്പയിനായി IS അത് പിന്നീട് അവതരിപ്പിക്കുമ്പോൾ അത്തരമൊരു ചുറുചുറുക്കുള്ള നെഞ്ചുക്കുള്ള ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനം നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ ഷബാബിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. അന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക തറവാടുകളിലുള്ള ആളുകൾ, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ഷബാബിൻ്റെ കോപ്പികൾ തങ്ങളുടെ കക്ഷത്ത് വെച്ചിട്ട് മതം തീവ്രവാദത്തിനെതിരെ അതേപോലെ തന്നെ ഫാസിസത്തിനെതിരെ തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഷബാബിൻ്റെ ഓരം ചേർന്ന് നടന്നിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഘടനാപരമായ ആഭ്യന്തരപരമായ ചില പ്രതിസന്ധികളോ സംഘടനാപരമായ വൈര്യനിര്യാതന ബുദ്ധികളോ കടന്നു വരുന്നൊരു പശ്ചാത്തലത്തിലും മുസ്ലിം സമൂഹത്തിൻ്റെ സംവാദാത്മകമായ ആദർശ സംവാദാത്മകമായ നിലപാടുകൾ ശക്തിപ്പെടുന്ന സമയത്തുമൊക്കെ ഒരുപക്ഷെ വ്യാഴാഴ്ചയിലേക്കോ ബുധനാഴ്ചയിലേക്കോ വെള്ളിയാഴ്ചയിലേക്കോ കാതോർത്തിരിക്കുകയായിരുന്നു ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നത്. ആശയതലത്തിലേക്ക് കൂർപ്പിച്ചു വെച്ചിട്ടുള്ള അക്ഷരങ്ങളുടെ ആശയകാന്തിയുള്ള അക്ഷരക്കൂട്ടങ്ങൾ എഡിറ്റോറിയലുകളിലൂടെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പ്രദർശിപ്പിക്കുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു സായുജ്യമുണ്ട്. അല്ല, നിലപാട് നട്ടെല്ല് നിവർന്നുകൊണ്ട് പറയാൻ കഴിയുന്നു എന്ന ഒരാത്മബോധമുണ്ട് ആ വിഷയത്തിൽ. ബഹുമാനനായ അബൂബക്കർ കാരക്കുന്നിൻ്റെ അദ്ദേഹം എഴുതിയിട്ടുള്ള സംഘടനാ സ്കൂളിലെ ഒരു വാക്ക് ഇപ്പോഴും മനസ്സിൽ തികട്ടി വരികയാണ്. അതിങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. കുത്തിത്തിരിപ്പുകൾ വിൽക്കാനുണ്ട് എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. കുത്തിത്തിരിപ്പുകൾ വിൽക്കാനുണ്ട്. അതിൻ്റെ ഏതെങ്കിലും തലങ്ങളിലേക്ക് നീട്ടി വായിക്കാനല്ല ഞാൻ എൻ്റെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാഹി ആദർശ രംഗത്ത് ഇന്നും ശക്തമായി ജ്വലിച്ചു നിൽക്കുന്ന പ്രതീകമാണ് പ്രൊഫസർ കുട്ടശ്ശേരി മൗലവി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഷബാബിൻ്റെ അക്ഷരം ആദ്യമായി കേരള മണ്ണ് കാണുന്ന സമയത്ത് അതിൻ്റെ പാക്ഷികത്തിൽ ആദ്യമായി എഴുതിയിട്ടുള്ള ഹെഡിങ് ഇസ്ലാഹി രംഗത്ത് ആദർശനിഷ്ഠമായ ധീര യുവത്വത്തിൻ്റെ ശബ്ദം എന്നതാണ്. സുവർണ ജൂബിലി പതിപ്പിൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഷബാബിനെ കാണുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എന്നിലുണ്ടാകുന്ന ആത്മപുളകമാണ് സുവർണ ജൂബിലി സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒറ്റ വാക്ക് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അറബി ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ഷൈഖുൽ കുല്ലി ഫിൽ കുല്ല്. ഷൈഖുൽ കുല്ലി ഫിൽ കുല്ല്. എല്ലാ തരത്തിലുള്ള
എല്ലാ തരത്തിലുള്ള മേഖലകളിലേക്കും പടർന്നു കയറിയിട്ടുള്ള മഹാപണ്ഡിതന്മാരെ കുറിച്ചാണ് ഷെയ്ഖുൽ കുല്ല് ഫിൽ കുല്ല് എന്ന് പറയുന്നത്. അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇസ്ലാഹി രംഗത്ത്, ഇസ്ലാമിക രംഗത്ത്, പ്രബോധന രംഗത്ത് അതിശക്തമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി എന്ന് പറയുന്നത്. 1918 മുതൽ 2008 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, 2 പാരിതോഷികങ്ങൾ നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്ന് ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി പദവിയാണ്, രണ്ടാമത്തേത് കശ്മീരിന്റെ ഗവർണർ പദവിയാണ് എന്ന്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ മഹാപണ്ഡിതന്മാരുടെ ഗുരുനാഥനാണ്. ഇന്ത്യയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി അഥവാ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയുടെ വരെ ഉസ്താദാണ് അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി എന്ന് പറയുന്നത്. അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞത്, ഇല്ല, സ്വാതന്ത്ര്യ സമരം നേടുകയായിരുന്നു എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. ഇനി ഞാൻ മുസ്ലിങ്ങൾക്ക് വിജ്ഞാനം പകരുക എന്ന ദൗത്യത്തിലേക്കാണ് പോകുന്നത്, ദേശീയ രാഷ്ട്രീയത്തിലേക്കല്ല എന്ന് പറഞ്ഞ് വിജ്ഞാനത്തിൻ്റെ മഹാപാരാവാരത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി. അவ்விதം കേരളീയ മണ്ഡലത്തിൽ പുതിയ പുതിയ ആകാശങ്ങളും പുതിയ പുതിയ ഭൂമികളും രൂപപ്പെടുന്ന സമയത്ത് ദേശീയമോ രാഷ്ട്രീയമോ സാംസ്കാരികമോ സാമൂഹികമോ മതപരമോ സംവാദാത്മകമോ സർഗാത്മകമോ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള കാറ്റുകളും കോളുകളും വന്നണഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഈ സമൂഹത്തെ നേരാവണ്ണം നയിക്കാനുള്ള നവോത്ഥാനത്തിൻ്റെ പടപ്പുറപ്പാടിന് പുതിയൊരാകാശത്തെ സൃഷ്ടിക്കാനുള്ള ദൗത്യമുണ്ട്. വേണ്ട ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള മറ്റെന്തും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനിയെ പോലെ തജ്ദീദിന്റെ ശിഖയേറ്റി ഇവിടെ കൂടിയിരുന്ന ആളുകൾ ശബാബിനോട് ചെയ്യേണ്ട ധർമ്മം എന്നുണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.